ഒരു കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റൈറ്റാണ് പാൽ കേക്ക്. പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് മാത്രം മതി ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. പാൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം ഒരു സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും റെസിപ്പിയും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പാൽ കേക്ക് ഷുഗർ സിറപ്പിലാണ് സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. പഞ്ചസാരയൊന്ന് മെൽട്ടാവുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഒറ്റനൂൽ പരുവാവൊന്നും വേണ്ട, ഒന്ന് പഞ്ചസാര മെൽട്ടായിട്ട് തിളച്ചു വന്നാൽ മതി. ഓഫാക്കിയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള ഡോ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദയുടെ മെഷർമെൻറ്റിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ഈ മുട്ടയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മുട്ടയുടെ ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര പൊടിക്കണം എന്നില്ല, പൊടിക്കാതെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മൈദ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സ്പൂണ്. അധികം ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മാവ് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ 2 സ്പൂണ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബൗളിലിട്ട് കുഴച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടാൻ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ്. നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ എന്തിന് മാവ് കുഴക്കുന്ന ടൈമിലും കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനേ. നല്ലതായിട്ട് കുഴച്ച് നോക്കിയ സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിത് ഇപ്പോൾ തന്നെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ പാൽ കേക്കിന് ഒരു പരത്തിയെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം. 1 കപ്പ് മൈദ വെച്ച് എടുത്തതുകൊണ്ട് തന്നെ കൂടുതൽ പാൽ കേക്കൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാൽ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പാൽ കേക്കിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇവനായിട്ടും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കറക്റ്റ് ലെവലിലല്ല ഉണ്ടാവാൻ നമുക്കത് കൈവച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിടുന്ന ടൈമിൽ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഓയിൽ ഒഴിച്ചിട്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് പാൽ കേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, ഉള്ളിൽ കുക്കാവാതെയും ഉണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ നല്ല ഉള്ളും പുറവും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ആ ഉടനെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സിറപ്പിൽ ഇട്ട് കൊടുക്കുക. സിറപ്പിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടാവുകയും വേണം. അങ്ങനെ മുഴുവൻ പാൽ കേക്കും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ പാൽ കേക്ക് സിറപ്പിലേക്ക് ഇടാൻ നോക്കാം. സിറപ്പിനാണെങ്കിൽ ചെറിയൊരു ചൂടുണ്ടാവുകയും ചെയ്യണം. എന്നാൽ നല്ല പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് പാൽ കേക്ക് ചെയ്യാൻ പറ്റും. ചൂടോട് കൂടിയിട്ട് ഇട്ടാൽ പുറം ഭാഗവും ഉള്ളും ഒരുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും സിറപ്പ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ പാൽ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.